പക്ഷേ അതേപോലെ ഈ യങ്ക ക്രൗഡിന് വേണ്ടിയിട്ട് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഉള്ള എന്തെങ്കിലും ഒരു ഇതായിട്ട് ചെയ്യുന്നുണ്ടോ ഇപ്പം? ഒരു കാലത്ത് നമുക്ക് സത്യൻ സാറ്, പ്രേം നസീർ സാറ്, മധു സാറ് എല്ലാവരും ഇവിടെ മെരിലാൻഡ് സ്റ്റുഡിയോ, ഉമ്മ സ്റ്റുഡിയോ, അങ്ങനെ 3-4 സ്റ്റുഡിയോസ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് മലയാളം സിനിമയുടെ ഹബ്ബ് മദ്രാസിന് മാറി തിരുവനന്തപുരത്തായി. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതൊക്കെ എന്ത് പറ്റി, നമ്മൾ പലപ്പോഴും ഒരു കാലഘട്ടം കഴിയുമ്പം പല സൂപ്പർ സ്റ്റാർസ് വരും. അവർ പലപ്പോഴും ഇവിടെ മൈഗ്രേറ്റ് ചെയ്ത് പലയിടത്ത് പോകുമ്പം ആ ഇൻഡസ്ട്രിയും കൂടെ അതിൻ്റെ കൂടെ പോകും. നമ്മുടെ ഭാഗത്ത് ഇപ്പോൾ ചെയ്യുന്നത് തിരുവനന്തപുരം തിരിച്ച് സിനിമ ഇൻഡസ്ട്രി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അത് വരാനായിട്ട് അതിൻ്റെ എക്കോ സിസ്റ്റം ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നമുക്കുണ്ടാകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഏകദേശം 100 കോടി രൂപ മുടക്കി പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ കെ മധു, ഫോമർ ഫിലിം ഡയറക്ടറാണ്, അതിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ നമ്മൾ റിവ്യൂ ചെയ്യുമ്പം ഈ മാർച്ചിന് മുമ്പ് തന്നെ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് സ്റ്റുഡിയോ നല്ല രീതിയിൽ ലേറ്റസ്റ്റ് സ്റ്റുഡിയോ എല്ലാ രീതിയിലും ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റീസ് ഉണ്ടാക്കിക്കൊണ്ട് സ്റ്റുഡിയോ വരിക. അടുത്ത ഫേസ് ഉണ്ട്. അപ്പോൾ 2 ഫേസും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പം സിനിമ ഓട്ടോമാറ്റിക്കലി വരും. കാരണം കൂടെ ഇവർ കൊടുക്കേണ്ട സബ്സിഡി ഫണ്ട് കാണാൻ ഫിക്സ് ചെയ്ത 5 ലക്ഷം രൂപ, ഒരു 25 ലക്ഷം രൂപ സബ്സിഡി കൊടുക്കുകയാണെങ്കിൽ സിനിമ ഇൻഡസ്ട്രി ഓട്ടോമാറ്റിക്കലി വിൽ കം ഹിയർ. അപ്പം സിനിമ ഇൻഡസ്ട്രി വരുമ്പം നമ്മൾ മനസ്സിലാക്കണം ഹോൾ തിങ് ഗെറ്റ് റീലൊക്കേറ്റഡ്. ഇവിടുന്ന് പോയ ആൾക്കാർക്ക് തിരിച്ചു വരും. പിന്നെ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് കോസ്റ്റ് പൊതുവെ സിനിമ ഇൻഡസ്ട്രിക്കകത്തുള്ള ഒരു ജനറൽ ടോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മച്ച് മോർ കുറവാണ്, ചീപ്പർ സിറ്റിയാണ്. പിന്നെ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ലൊക്കേഷൻസും അവൈലബിൾ ആണ്. സോ ഫൈനലി നമ്മൾ നോക്കുമ്പം നമ്മുടെ സിനിമ ഇൻഡസ്ട്രി തിരിച്ചു വരും.